ഗൈസ് നമ്മളിനി നേരെ പച്ചക്കറി കടയിലോട്ട് പോകണമെങ്കിൽ നമ്മൾ ഓണത്തിന് വേണ്ടി പച്ചക്കറി വാങ്ങിക്കാൻ പോകണം ഗൈസ്. പച്ചക്കറിയും പിന്നെ ചന്ത ഗൈസ്. നമുക്കിനി നേരെ കടയിലോട്ട് പോകാം. കുഞ്ഞിൻ്റെ ഗൈസ്, കുഞ്ഞു വീട്ടിലാണ്. അപ്പം ഇന്ന് നമ്മുടെ താത്തൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് ഗൈസ്. പറ്റുന്ന എല്ലാവരും താത്തനെ കമൻറ്റ് ബോക്സിൽ വിഷ് ചെയ്യുക ഗൈസ്. നമുക്ക് നേരെ കടയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ റോഡ്വേൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. റോഡ്വേൻ്റെ ഉള്ളിൽ എത്തിയിട്ടില്ല, കപ്പൽ വള്ളിയുടെയൊക്കെ വഴി കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ റോഡ്വേൻ്റെ ഉള്ളിൽ പോയിട്ട് പച്ചക്കറി സംഭവങ്ങളൊക്കെ വാങ്ങിക്കണം. പച്ചക്കറി സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഗൈസ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞ അമ്മയുടെ ഒന്നാണ് കൊണ്ടുവന്നത്. നമുക്ക് റോഡ്വേൻ്റെ ഉള്ളിൽ സംഭവങ്ങൾ മേടിക്കാൻ ചെറുതായിട്ട് മഴ കൂടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ചന്ത എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ റോഡ്വേൻ്റെ ഉള്ളിലാണ് ഗൈസ്. ഭയങ്കര തിരക്കാണ്. ഒന്നും കാല് കുത്താൻ പോലും സ്ഥലമില്ല ഇതിനകത്ത്. എന്നാലും നമ്മൾ കുത്തിത്തിരുക്കി എത്തിയിട്ടുണ്ട് ഗൈസ് ബ്രോഡ്വേൻ്റെ ഉള്ളിലേക്ക്. പിന്നെ വോയിസ് കവർ കൊടുക്കണതിൻ്റെ കാരണം എനിക്ക് ക്യാമറ ഫിയറാണ് ഗൈസ്. ഇങ്ങനെ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എനിക്ക് പേടിയാവും ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് കവർ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടോ. ഇതാണ് നമ്മുടെ ബ്രോഡ്വേ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്നാണ് സംഭവങ്ങളൊക്കെ മേടിക്കുന്നത്. പച്ചക്കറി വാങ്ങിക്കാൻ വന്നതല്ലേ, പച്ചക്കറി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഓണത്തിനുകൊണ്ട് പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാണ് ഗൈസ്. ചെറുതായിട്ടൊന്ന് പണി വാളി. നമ്മൾ ബ്രോഡ്വേൻ്റെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി. ഇപ്പോൾ വണ്ടി എവിടെ വെക്കണമെന്ന് അറിയാത്ത സംശയമാണ് ഗൈസ്. നമ്മൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ ഒരു ഫാക്ടറി പണി നടക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ചന്തിയിട്ടിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ കുറേ കടയിട്ട് പഞ്ചമേ ഇതുകൊണ്ടൊക്കെ കറിക്കണം മറക്കാനാണ് മറക്കാനാണ് ഇതുകൊണ്ട് വയ്ക്കല കണ്ടിലേക്ക് എടുക്കട്ടെ 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് എടുക്കട്ടെ. പച്ചക്കറി അത് 1080 രൂപ 1080 രൂപ 5 വേണം.
ഓപ്പറേറ്റർ മുന്നിൽ വെട്ടാൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്ക്. ചിത്രം കാണിച്ചാൽ കപ്പലുകൾ ഉണ്ടാക്കണം. കപ്പൽ ഇങ്ങനെ വെള്ളം അങ്ങനെ ഞാനിപ്പോൾ കാണിച്ചാൽ ഫുള്ള് തിരക്കാണ് കഴിച്ച് വരാൻ. കാലും ഇട്ട സ്ഥലമില്ല. ഇതാണ് കപ്പലുള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകുന്നതാണ് ഗൈസ്. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല. നാളെ സദ്യ കഴിക്കണം ഗൈസ്. നാളെയാണ് ഓണം. പൊന്നടാവേ നാളെ ഒരു സദ്യ കൂട്ടി പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടിയിട്ട് പിടിയുണ്ട് ഗൈസ്. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. ഇനി വലിയ പരിപാടിയൊന്നും ഇല്ല ഗൈസ്. പക്ഷേ നേരത്തെ മഴ പെയ്തിട്ട് ഇപ്പം നല്ല വെയിലായി. ഇതേ പൂക്കളൊക്കെ വന്ന് തുടങ്ങി. ഓണത്തിൻ്റെ സിമ്പലാണ് അതൊക്കെ. അപ്പം നമുക്കിനി ഓണം ആഘോഷിക്കണം. നമ്മൾ വലുതായിട്ടൊന്നും ആഘോഷിക്കണമല്ലോ ഗൈസ്. നമ്മൾ ചെറുതായിട്ടൊക്കെ ആഘോഷിക്കുന്നുള്ളൂ. സദ്യ ഉണ്ടാവും ഗൈസ്, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ഓണത്തിൻ്റെ പരിപാടിയൊക്കെ എന്താണെന്നൊക്കെ നോക്കാം ഗൈസ്. പിന്നെ നാളെയാണ് ഓണം. അതുകൊണ്ട് നമുക്കെല്ലാം പെട്ടെന്ന് തീർക്കണം ഗൈസ്. കറികളൊക്കെ സെറ്റാക്കണം. എല്ലാവരും അമ്മയുടെ ഒപ്പം സഹായിക്കണം ഗൈസ്. പിന്നെ ഉച്ചയ്ക്ക് കളിക്കാൻ പോകണം ഗൈസ്. ഞാൻ കളിക്കുന്ന ഗ്രൗണ്ട് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പറ, ഞാൻ ഗ്രൗണ്ട് കളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ പച്ചാളം വഴിയാണ് പോണത്. പച്ചാളത്തൊക്കെ മുടിഞ്ഞ വെയിലാണെന്ന് വെച്ചാൽ പൊന്നോ കരിഞ്ഞു പോകും. നമ്മൾ അതിൻ്റെ അടിയിൽ പോയി പച്ചാളത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ. പച്ചാളത്തിലുണ്ട് ഗൈസ്. നമ്മളിനി നേരെ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയിലേക്ക് വന്നത് ഗൈസ്. കടയാണെങ്കിൽ ഒരു സൊസൈറ്റി, അതിനകത്തേക്ക് അവിടെ സൂപ്പർ മാർക്കറ്റാണ് ഗൈസ്. നമ്മൾ പഴവും പിന്നെ കശുവണ്ടി മുന്തിരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കശുവണ്ടി മുന്തിരിയൊക്കെ വാങ്ങിച്ച് തിരിച്ചിറങ്ങാൻ ആയിട്ടില്ല ഗൈസ്. അമ്മ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ കശുവണ്ടി മുന്തിരിയൊക്കെ. അമ്മ എല്ലാം നോക്കിക്കൊണ്ടിരിക്കണതാണ് എല്ലാം അവിടെ നിന്നൊക്കെ. നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കശുവണ്ടി മുന്തിരി ഏലക്ക. അപ്പോൾ നമ്മൾ കശുവണ്ടി മുന്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകണം. എൻ്റെ ആക്ഷൻ എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ നമ്മൾ എടുത്തില്ല. നമ്മൾ നേരെ പഞ്ചസാര വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാണ്. ബാ போட்டு